നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വൻ പൊളിച്ചെഴുത്ത് നടത്തിയിരിക്കുകയാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. പ്രവാസികളും ഈ മാറ്റം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. UAEയിൽ വിവിധ മേഖലകളുടെയും പദ്ധതികളുടെയും പേര് മാറ്റുന്നത് സ്വാഭാവികമാണ്. UAEയിൽ നേരത്തെയും ഇത്തരത്തിൽ പേരുമാറ്റങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ ആദ്യ പേര് ബുർജ് ദുബായ് എന്നായിരുന്നു. പിന്നീട് അബുദാബിയുടെ മുൻ ഭരണാധികാരിയായിരുന്ന UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ പേരിലാണ് 2010 അധികൃതർ ബുർജ് ദുബായിയെ ബുർജ് ഖലീഫ എന്ന പുനർനാമകരണം ചെയ്തത്. അതുപോലെ വേറെയും ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ അൽ മിൻഹാദും സമീപ പ്രദേശങ്ങളും ഇനി മുതൽ ഹിന്ദ് സിറ്റി എന്ന് അറിയപ്പെടും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പേരുമാറ്റം പ്രഖ്യാപിച്ചത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് പുറപ്പെടുവിച്ചു. ഏകദേശം 83.9 കിലോമീറ്റർ വിസ്തൃതിയുള്ള മേഖലയാണ് ഇനി മുതൽ ഹിന്ദ് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഹിന്ദ് 1, ഹിന്ദ് 2, ഹിന്ദ് 3, ഹിന്ദ് 4 എന്നിങ്ങനെ 4 പ്രത്യേക സോണുകളായി ഈ പ്രദേശത്തെ തിരിച്ചിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡ്, ദുബായ് അൽ ഐൻ റോഡ്, ജബൽ അലി, ലഹ്ബാബ് റോഡ് തുടങ്ങിയ പ്രധാന പാതകൾ ഈ ഹിന്ദ് സിറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ ദുബായ് നഗരത്തിന്റെ സ്ഥിരാകേന്ദ്രമായി അറിയപ്പെടുന്ന ദി ദുബായ് മാളിന്റെ പേരും അടുത്തിടെ മാറ്റിയിരുന്നു. ഇതുവരെ മാളിന്റെ ഔദ്യോഗിക പേര് ദ ദുബായ് മാൾ എന്നായിരുന്നു. എന്നാൽ അതിലെ ദ അങ്ങ് ഒഴിവാക്കി ദുബായ് മാൾ മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ് അധികൃതർ. ടിക്ടോക്കിലൂടെയാണ് അധികൃതർ പേരുമാറ്റം പ്രഖ്യാപിച്ചത്. 1200 ഷോപ്പുകളും 200 റെസ്റ്റോറന്റുകളുമുള്ള മാൾ 14 വർഷങ്ങൾക്ക് മുൻപാണ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രവർത്തനം ആരംഭിച്ച് 14 വർഷത്തിന് ശേഷമാണ് ദുബായ് മാൾ അതിന്റെ പേര് പരിഷ്കരിച്ചത്. പുതിയ പേര് പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ പ്രിയപ്പെട്ട മാൾ എന്ന കുറിപ്പോടെയായിരുന്നു പേരുമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ ടിക്ടോക്കിൽ ഷോപ്പിംഗ് മാൾ അധികൃതർ പോസ്റ്റ് ചെയ്തത്. ഞങ്ങളുടെ മാളിന്റെ പുതിയ പേര് അവതരിപ്പിക്കുന്നു എന്ന തലക്കെട്ടോടെയായിരുന്നു ടിക്ടോക്കിലെ വീഡിയോ ക്ലിപ്പ്. തുടർന്ന് ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലെല്ലാം പേര് അധികൃതർ മാറ്റുകയും ചെയ്തു. ദുബായ് ഡൗൺ ടൗണിലെ ദുബായ് മാൾ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന റീറ്റെയിൽ, ലൈഫ് സ്റ്റൈൽ വ്യാപാര കേന്ദ്രം കൂടിയാണ്. ഓരോ വർഷവും 100 ദശലക്ഷത്തിലധികം സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നതായി അതിന്റെ വെബ്സൈറ്റ് പറയുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.